തൃശൂരിൽ ഓണത്തിന്റെ മേളപ്പെരുക്കം കൊട്ടിക്കയറുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓണാവധിക്കായി അടച്ചതോടെ വിപണികളിൽ തിരക്കേറി. അത്തംനാളിൽ തെക്കേ ഗോപുരനടയിൽ സായാഹ്ന സൗഹൃദ കൂട്ടായ്മ ഒരുക്കിയ മെഗാ പൂക്കളത്തോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷത്തിന് വിളംബരമായത്. 62 അടി വ്യാസത്തിൽ 2000 കിലോ പൂക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഭീമൻ പൂക്കളത്തിൽ വിരിഞ്ഞത് സാംസ്കാരിക നഗരിയുടെ അഭിമാന വർണ്ണം കൂടിയായിരുന്നു. അത്തം നാളിൽ തന്നെ കുമ്മാട്ടി മഹോത്സവത്തിനും അടുത്ത ദിവസം പുലിക്കളിക്കും നടുവിലാലിൽ മേയർ കൊടിയുയർത്തി. ഇതോടെ ഓണത്തിന്റെ ആരവങ്ങളിലേക്ക് ഉയർന്ന നഗരത്തിൽ പൂവിപണിയാണ് ആദ്യം സജീവമായത്. വിവിധ സ്ഥാപനങ്ങളും ക്ലബ്ബുകളും പൂക്കള മത്സരങ്ങൾ ആരംഭിച്ചതോടെ പൂക്കച്ചവടം ഉഷാറായി. തേക്കിൻകാട് മൈതാനത്ത് മറ്റ് കച്ചവടക്കാരും അങ്ങിങ്ങായി ഇടം പിടിച്ചു. വസ്ത്രഗൃഹോപകരണശാലകൾ വൻ ഓഫറുകളുമായി കളം നിറഞ്ഞതോടെ അവിടേക്കും ജനങ്ങളുടെ ഒഴുക്കാണ്. ഇടയ്ക്ക് മഴമേഘങ്ങൾ എത്തി നോക്കുന്നുണ്ടെങ്കിലും പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥ വ്യാപാരികളുടെ മനം നിറയ്ക്കുന്നു. സ്കൂൾ കോളേജ് മുറ്റങ്ങൾ പരീക്ഷകൾക്ക് ശേഷം ഓണാഘോഷത്തിന് നാടമുറിച്ചതോടെ ആവേശം ഉച്ചസ്ഥായിയിലായി. പായസമേളകളും വ്യാപാരമേളകളുമൊക്കെ ആരംഭിച്ചതോടെ നിന്നു തിരിയാനിടമില്ലാത്ത വിധം നഗരം ആൾത്തിരക്കിൽ അലിയുകയാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും തിരക്കേറി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ 25 മുതൽ 29 വരെ തേക്കിൻകാട് മൈതാനത്ത് നടക്കും. കലാസന്ധികളടക്കം വിപുലമായ പരിപാടികളാണ് ഈ ദിവസങ്ങളിൽ അരങ്ങേറുക. ഈ നാളുകളിൽ വിശേഷം ചോദിച്ച് കുമ്മാട്ടികൾ നാട്ടുവഴികളിലും നഗരവീഥികളിലും ഊരുചുറ്റാനെത്തും. പിന്നെ നാലോണ നാളിൽ തൃശൂരിന്റെ സ്വന്തം പുലിക്കളി മഹോത്സവവും. മടകളിൽ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അരമണി കിലുക്കി, കുടവയർ കുലുക്കി, വരയൻ പുലിയും പുള്ളിപ്പുലിയുമൊക്കെ നിറഞ്ഞാടുമ്പോൾ അതിൽ ചില മറുപടികൾ കൂടി കരുതി വെച്ചിട്ടുണ്ടാകും. TCV ന്യൂസ്, തൃശൂർ.